ഏഴാം ക്ലാസ് ഹിന്ദിയിലെ ഒന്നാമത്തെ യൂണിറ്റിലെ ഖുദ് സേ പ്യാർ എന്ന കവിത നമുക്കിന്ന് മനസ്സിലാക്കാം. ഇക്കായി ഏക് യൂണിറ്റ് 1 പ്യാർ. പ്യാർ എന്ന് പറഞ്ഞാൽ സ്നേഹം. യഹ് ചിത്ര ആപ്സെ ക്യാ ബത്താ രഹാ ഹെ. ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഈ പിക്ചറിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് കാണാൻ കഴിയുന്നത്? ഈ പിക്ചർ നിങ്ങളോട് എന്താണ് പറയുന്നത്? ഇപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്? പേട്. പേട് വൃക്ഷത്തിന് എന്താണ് പറയുന്നത്? പേട്. പിന്നെ ബന്ദർ, ഫൽ, ചിടിയ. അതേപോലെ ഇവിടെ ലഡ്ക, ഓരത്ത്, ലഡ്കി. പിന്നെ ഇത് ടോക്കരി. അപ്പോൾ ഈ ചിത്ര ആപ്സെ ക്യാ ബത്താ രഹാ ഹെ. ഈ പിക്ചർ നിങ്ങളോട് എന്താണ് പറയുന്നത്? നമുക്ക് നോക്കാം. यह पेड़ के महत्व का और विभिन्न जीव जंतुओं इस पर कैसे निर्भर है इसका चित्रण है. മരത്തിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചും അതേപോലെ വിഭിന്ന ജീവജന്തുവോ വ്യത്യസ്തമായ ജീവജാലങ്ങൾ ഇസ് പർ കേസെ നിർഭർ ഹെ. ഇതിനെ എങ്ങനെയാണ് ആശ്രയിച്ചിരിക്കുന്നത്? മരത്തെ എങ്ങനെയാണ് ആശ്രയിച്ചിരിക്കുന്നത്? ഇസ്കാ ചിത്രൺ ഹെ. അതിനെ ചിത്രീകരിച്ചിരിക്കുകയാണ്. ഇസ് ചിത്രമേ പേഡ് ഫലോം സെ ഭരേ ഹെ. ഈ പിക്ചറിൽ മരങ്ങൾ ഫ്രൂട്ട്സിനാൽ നിറഞ്ഞിരിക്കുന്നു, പഴങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഭരേഹെ എന്ന് പറഞ്ഞാൽ നിറഞ്ഞിരിക്കുന്നു. ബന്ദർ ഫൽ ഖാക്കർ ഇസ്കി ഡാലോമേ ജൂൾ രഹേ ഹെ. മങ്കീസ് ഫ്രൂട്ട്സ് കഴിച്ചിട്ട് ഇതിൻ്റെ കൊമ്പുകളിൽ ഊഞ്ഞാലാടുന്നു. ചിടിയ ലോഗ് ബി ഫൽ ഖാ രഹേ ഹെ. പക്ഷികളും ഫ്രൂട്ട്സ് കഴിക്കുന്നുണ്ട്. പേട് കെ സാമനെ ഏക് ഓരത്ത് ഓർ ഏക് ലഡ്കി ഫൽ ചുൻകർ ടോക്കറി മേ ലേ രഹി ഹെ. മരത്തിൻ്റെ മുന്നിലായിട്ട് ഒരു സ്ത്രീയും ഒരു പെൺകുട്ടിയും ഫ്രൂട്ട്സ് പഴങ്ങൾ എടുത്തിട്ട് ഒരു കുട്ടയിലേക്ക് ഇടുന്നുണ്ട്. ബച്ച സോച്ച് രഹാ ഹെ कि यह पेड़ हमें फल फूल ഛായ और सब कुछ देकर सबको प्यार कर रहे हैं. കുട്ടി ചിന്തിക്കുകയാണ്, ഈ മരം നമുക്ക് ഫ്രൂട്ട്സും പൂക്കളും പൂവും പൂക്കളും ഛായ തണലും ഒരു സബ് കുച്ച് ദേക്കർ എല്ലാം നൽകിയിട്ട് സബ്കോ പ്യാർ കർ രഹേ ഹെ എന്നിട്ട് എല്ലാവരെയും സ്നേഹിക്കുകയാണ്. ആദ്യം നമുക്ക് കവിത വായിച്ചു നോക്കാം. ഖുദ് സേ പ്യാർ. ഖുദ് സേ പ്യാർ എന്ന് പറഞ്ഞാൽ എന്താണ്? സെൽഫ് ലവ്, അതായത് സ്വയം സ്നേഹിക്കുക, നമ്മൾ നമ്മെ തന്നെ സ്നേഹിക്കുക. ആരാണ് എഴുതിയത്? ശോഭനാഥ് യാദവ്. ശോഭനാഥ് യാദവ്. सूरज अपनी आग से इतना प्यार करे कि वह दे सके आग दुनिया को भी. दरख्त अपने फूलों से इतना प्यार करे कि वह दे सके फूल दुनिया को भी. बादल अपने जल से इतना प्यार करे कि वह दे सके जल दुनिया को भी. मैं खुद से इतना प्यार करूँ कि दे सकूँ प्यार दुनिया को भी. ഖുദ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? സ്വയം അല്ലെങ്കിൽ തന്നെത്താൻ എന്നാണ് അർത്ഥം. പ്യാർ സ്നേഹം. അപ്പോൾ സ്വയം സ്നേഹിക്കുക, തന്നെ തന്നെ സ്നേഹിക്കുക. സൂരജ് അപ്നി ആഗ് സെ ഇത്നാ പ്യാർ കരേ കി വഹ് ദേ സക്കെ ആഗ് ദുനിയാ കോ ബി. സൂര്യൻ അപ്നി തൻ്റെ ആഗ് സെ തീയോട്, തൻ്റെ തീയോട്, ഇത്ന ആഗ് എന്ന് പറഞ്ഞാൽ തീ എന്നാണ് അർത്ഥം. അപ്പോൾ ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് സൂര്യൻ്റെ പ്രകാശം, സൂര്യൻ്റെ വെളിച്ചം, പിന്നെ ആ ചൂട്, അതെല്ലാമാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. സൂര്യൻ്റെ ഊർജം. ഇത്നാ പ്യാർ കരേക്ക് ഇത്രയധികം സ്നേഹിക്കണം. കി എന്തെന്നാൽ വഹ് ദേ സക്കെ ആഗ് അതിന് നൽകാൻ കഴിയണം. ആ ഊർജം, ആ പ്രകാശം അതിന് നൽകാൻ കഴിയണം. ദുനിയാ കോ ബി ലോകത്തിനും നൽകാൻ കഴിയണം. കവി എന്താണ് പറയുന്നത്? സൂരജ് അപ്നി ആഗ് സെ ഇത്നാ പ്യാർ കരേ കി വഹ് ദേ സക്കെ ആഗ് ദുനിയാ കോ ബി. സൂര്യൻ തൻ്റെ ഊർജത്തെ, അല്ലെങ്കിൽ തൻ്റെ, ഇവിടെ ആഗ് എന്ന് പറഞ്ഞാൽ തീ എന്നാണ് അർത്ഥം. പക്ഷെ തൻ്റെ പ്രകാശത്തെ, തൻ്റെ ഊർജത്തെ ഇത്രയധികം സ്നേഹിക്കണം. കി എന്തുകൊണ്ടെന്നാൽ വഹ് ദേ സക്കെ അതിന് നൽകാൻ കഴിയണം. ആഗ് ദുനിയാ കോ ബി അതിന് ലോകത്തിനും ഈ ഊർജം നൽകാൻ കഴിയണം. അപ്പോൾ സൂര്യൻ തൻ്റെ ഊർജത്തെ അത്രയധികം സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ലോകത്തിനും ഈ വെളിച്ചവും ഊർജവും ഒക്കെ സൂര്യന് നൽകാൻ കഴിയുന്നത്. സൂരജ് സൂര്യൻ, അപ്നി എന്ന് പറഞ്ഞാൽ തൻ്റെ, ആഗ് തീ, പ്യാർ സ്നേഹം, ദേ സക്കെ എന്ന് പറഞ്ഞാൽ തരാൻ കഴിയണം, നൽകാൻ കഴിയണം. ദുനിയ ലോകം. दरख्त अपने फूलों से इतना प्यार करे कि वह दे सके फूल दुनिया को भी.
ദരക്ത് അപ്നെ ഫൂലോസെ, ദരക്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? വൃക്ഷം. വൃക്ഷം അല്ലെങ്കിൽ മരം തൻ്റെ പൂക്കളോട്, ഫൂലോസെ തൻ്റെ പൂക്കളോട്, ഇത്തനാ പ്യാർ കരെ തൻ്റെ പൂക്കളെ അത് ഇത്രയധികം സ്നേഹിക്കണം, കി എന്തെന്നാൽ, വഹ് ദേ സക്കെ ഫൂൽ ദുനിയാ ഗോബി, അത് ദുനിയാ ഗോബി ലോകത്തിനും പൂക്കൾ അതിന് നൽകാൻ കഴിയണം. അപ്പോൾ വൃക്ഷങ്ങൾ തൻ്റെ പൂക്കളെ അത്രയധികം സ്നേഹിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ലോകത്തിനും പൂക്കൾ നൽകാൻ വൃക്ഷത്തിന് കഴിയുന്നത്. ദരക്ത് എന്ന് പറഞ്ഞാൽ വൃക്ഷം. ബാദൽ അപ്നെ ജൽ സെ ഇത്നാ പ്യാർ കരേ കി വഹ് ദേ സക്കെ ജൽ ദുനിയാ ഗോബി. ബാദൽ എന്ന് പറഞ്ഞാൽ മേഘം. അപ്നെ ജൽ സെ, ജൽ വെള്ളം, തൻ്റെ ജലത്തോട്, മേഘം തൻ്റെ ജലത്തോട്, ഇത്നാ പ്യാർ കരെ തൻ്റെ ജലത്തെ ഇത്രയധികം സ്നേഹിക്കണം, കി എന്തെന്നാൽ, വഹ് ദേ സക്കെ ജൽ അതിന് നൽകാൻ കഴിയണം, ജലം, ദുനിയാ ഗോബി ലോകത്തിനും നൽകാൻ കഴിയണം. മേഘം തൻ്റെ ജലത്തെ എത്രയധികം സ്നേഹിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് അതിന് ലോകത്തിനും ജലം നൽകാൻ കഴിയുന്നത്. मैं खुद से इतना प्यार करूँ कि दे सकूँ प्यार दुनिया को भी. मैं खुद से ഞാൻ സ്വയം ഇത്തനാ പ്യാർ കറും ഞാനും എന്നെ സ്വയം ഇത്രയധികം സ്നേഹിക്കണം, കി എന്തുകൊണ്ടെന്നാൽ, ദേ സക്കൂ പ്യാർ ദുനിയാ കോ ബി എനിക്ക് ലോകത്തിനും സ്നേഹം നൽകാൻ കഴിയണം. ഞാനും എന്നെ അത്രയധികം സ്നേഹിക്കണം, എന്നാലേ എനിക്ക് ലോകത്തിനും സ്നേഹം നൽകാൻ കഴിയുകയുള്ളൂ. അതായത് നമ്മൾ സ്വയം സ്നേഹിക്കുകയാണെങ്കിൽ നമുക്ക് മറ്റുള്ളവരെയും സ്നേഹിക്കാൻ കഴിയും. ഇതിലുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം നമുക്ക്. വഹ് ദേ സക്കെ ആഗ്, യഹാ ആഗ് സെ ക്യാ മത്ലബ് ഹെ. വഹ് ദേ സക്കെ ആഗ് അതിന് നൽകാൻ കഴിയണം, തീ. തീ എന്നും തീ കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ഇവിടെ ആഗ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ആഗ് എന്ന് പറഞ്ഞാൽ തീ എന്നാണ് അർത്ഥം. ഇവിടെ ഊർജ, സൂര്യൻ്റെ ഊർജം അല്ലെങ്കിൽ രോഷ്നി, അതാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. സൂരജ് കെ ഊർജ ഓർ രോഷ്നി, അതാണ് ഇവിടെ അർത്ഥമാക്കുന്നത്, ഊർജ അല്ലെങ്കിൽ രോഷ്നി. പിന്നെ ദരക്ത് സെ ആപ്നെ ക്യാ സംജ. ദരക്ത് എന്ന് പറഞ്ഞാൽ എന്താണ് മനസ്സിലാക്കുന്നത്? ദരക്ത് എന്ന വേർഡിൻ്റെ അർത്ഥം എന്താണ്? പേട്, അതായത് വൃക്ഷം അല്ലെങ്കിൽ മരം. खुद से प्यार करना से क्या अर्थ निकलता है. അപ്പോൾ ഖുദ് സെ പ്യാർ കർണ സ്വയം സ്നേഹിക്കുക എന്നതുകൊണ്ട് നിങ്ങൾ എന്താണ് മനസ്സിലാക്കുന്നത്? അതിൻ്റെ അർത്ഥം എന്താണ്? ഖുദ് സെ പ്യാർ കർണ മത്ലബ് അപ്നെ ആപ് സെ ഖുഷ് ഓർ സന്തുഷ്ട രഹന. ഖുദ് സെ പ്യാർ കർണ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വയം സന്തോഷത്തോടു കൂടിയും പിന്നെ സമാധാനത്തോടു കൂടിയും നിൽക്കുക. ഹമേ അപ്നെ ആപ്കോ പസന്ത് കർണ ചാഹിയെ. നമ്മൾ സ്വയം ഇഷ്ടപ്പെടണം. നമ്മൾ സ്വയം എങ്ങനെയാണോ ഉള്ളത് അങ്ങനെ തന്നെ നമ്മൾ ഇഷ്ടപ്പെടണം. ഓർ അപ്നി അച്ചായിയോ ഓർ കംസോരിയോ കോ സ്വീകാർ കർണ ചാഹിയെ. നമ്മുടെ നന്മകളെയും നമ്മുടെ കംസോരിയോ നമ്മുടെ കുറവുകളെയും നമ്മൾ സ്വീകരിക്കണം. നമ്മുടെ നന്മകളെയും നമ്മൾ സ്വീകരിക്കണം, നല്ല കാര്യങ്ങളും നമ്മൾ സ്വീകരിക്കണം, നമ്മുടെ കുറവുകളെയും നമ്മൾ അംഗീകരിക്കണം. എന്നിട്ട് നമ്മൾ നല്ല ഒരു വ്യക്തിയായിട്ട് മാറണം. എന്നാലേ നമുക്ക് ലോകത്തെയും സ്നേഹിക്കാൻ കഴിയുകയുള്ളൂ. അടുത്തത് ജോഡെ ഓർ വാക്കിലേക്ക്. അപ്പോൾ ഇത് യോജിപ്പിച്ചിട്ട് ഒരു സെൻറ്റൻസ് എഴുതണം. ഇവിടെ സൂരജ്, പേട്, ബാദൽ. സൂരജ് എന്ന് പറഞ്ഞാൽ സൂര്യൻ, പേട് വൃക്ഷം, ബാദൽ മേഘം, ദുനിയാക്കോ ലോകത്തിന്, പാനി വെള്ളം അല്ലെങ്കിൽ ജലം, ഊർജം, ഫൂൽ പൂവ് പൂക്കൾ, ദേത്താ ഹേ തരുന്നു. അപ്പോൾ നമ്മൾ ഇത് എല്ലാം കൂടെ യോജിപ്പിച്ചിട്ട് ഒരു സെൻറ്റൻസ് ആക്കിയിട്ട് എഴുതണം. ആദ്യം സൂരജ് ദുനിയാക്കോ എന്താണ് നൽകുന്നത്? സൂര്യൻ ലോകത്തിന് എന്താണ് നൽകുന്നത്? ഊർജ. സൂരജ് ദുനിയാക്കോ ഊർജ ദേത്താ ഹേ. സൂര്യൻ ലോകത്തിന് ഊർജം നൽകുന്നു. അത് പേട് ദുനിയാക്കോ ഫൂൽ ദേത്താ ഹേ. മരം ലോകത്തിന് പൂക്കൾ നൽകുന്നു. മരങ്ങൾ ലോകത്തിന് പൂക്കൾ നൽകുന്നു. അടുത്തത് ബാദൽ മേഘം. ബാദൽ ദുനിയാക്കോ പാനി ദേത്താ ഹേ. ബാദൽ മേഘം ലോകത്തിന് ജലം നൽകുന്നു. അപ്പോൾ ഇത് നിങ്ങൾ യോജിപ്പിച്ച് എഴുതുക. സൂരജ് ദുനിയാക്കോ ഊർജ ദേത്താ ഹേ ഒരുമിച്ച് എഴുതുക. പേട് ദുനിയാക്കോ ഫൂൽ ദേത്താ ഹേ എഴുതുക. ബാദൽ ദുനിയാക്കോ പാനി ദേത്താ ഹേ എന്നെഴുതുക. അടുത്തത് പെഹചാനെ ഓർ ലെക്കെ. പെഹചാനെ എന്ന് പറഞ്ഞാൽ എന്താണ്? മനസ്സിലാക്കുക.
എന്നിട്ട് എഴുതുക. ലിഖേ എഴുതുക. ജീവൻ കാ ആധാർ ഹെ, ജീവൻ്റെ അടിസ്ഥാനം. ജീവൻ്റെ അടിസ്ഥാനം എന്താണ്? ആധാർ എന്ന് പറഞ്ഞാൽ അടിസ്ഥാനം. എന്താണ്? ഏതൊക്കെയാണ്? സൂര്യൻ, വൃക്ഷം, പിന്നെ മേഘം. സൂര്യൻ എന്താണ് പറയുക? സൂരജ്. സൂരജ്. പിന്നെ വൃക്ഷത്തിന് പേട്, മേഘത്തിന് ബാദൽ. അടുത്തത് ആശയ് പഠേ ഓർ പങ്ക്തിയാ ഡൂണ്ടേ. ഈ അർത്ഥം വായിച്ചിട്ട് നിങ്ങൾ ഏത് വരികളാണെന്ന് കണ്ടുപിടിക്കണം. പങ്ക്തിയ വരികൾ, ഡൂണ്ടേ കണ്ടുപിടിക്കുക. അപ്പോൾ ഈ അർത്ഥം വായിച്ചിട്ട് അത് ഏത് വരികളിൽ നിന്നുള്ളതാണെന്ന് മനസ്സിലാക്കുക. കവി ചാഹത്താ ഹെ സൂരജ് അപ്നി ഊർജ സെ പ്യാർ കരെ ഓർ സംസാർ കോ ഊർജ പ്രദാൻ കരെ. സൂര്യൻ തൻ്റെ ഊർജത്തെ സ്നേഹിക്കണം, എന്നിട്ട് ലോകത്തിന് ഊർജം നൽകണം. അത് ഏത് വരികളിൽ നിന്നുള്ളതാണ്? ഏത് വരികളുടെ ആശയമാണ്? സൂരജ് അപ്നി ആഗ് സെ ഇത്നാ പ്യാർ കരെ കി വഹ് ദേ സക്കെ ആഗ് ദുനിയാ കോ ഭി. ഈ വരികളുടെ ആശയമാണ് അത്. അത് നിങ്ങൾ എഴുതുക. അടുത്ത ആശയം എന്താണ് കൊടുത്തിരിക്കുന്നത്? മേഘ് അപ്നെ പാനി സെ പ്യാർ കരെ ഓർ പ്രകൃതി കി പ്യാസ് ബുജായേ. മേഘം തൻ്റെ വെള്ളത്തെ, തൻ്റെ ജലത്തെ സ്നേഹിക്കണം, എന്നിട്ട് പ്രകൃതിയുടെ ദാഹത്തെ ശമിപ്പിക്കണം. പ്യാസ് ബുജാന എന്ന് പറഞ്ഞാൽ ദാഹം ശമിപ്പിക്കുക. പ്രകൃതിയുടെ ദാഹത്തെ ശമിപ്പിക്കണം. മേഘം തൻ്റെ ജലത്തെ സ്നേഹിക്കണം, എന്നിട്ട് പ്രകൃതിയുടെ ദാഹത്തെ ഇല്ലാതാക്കണം. ഈ ആശയം വരുന്ന വരികൾ ഏതാണ്? ബാദൽ അപ്നെ ജൽ സെ ഇത്നാ പ്യാർ കരെ കി വഹ് ദേ സക്കെ ജൽ ദുനിയാ കോ ഭി. ബാദൽ അപ്നെ ജൽ സെ, മേഘം തൻ്റെ ജലത്തെ ഇത്രയധികം സ്നേഹിക്കണം, എന്നിട്ട് ലോകത്തിനും ഇത് ജലം നൽകണം, വെള്ളം നൽകണം. യേ ദുനിയാ കോ കേസെ പ്യാർ കരേങ്കെ അപ്നെ വിചാർ ലിഖേ. ഇവയൊക്കെ ലോകത്തെ എങ്ങനെ സ്നേഹിക്കും? യേ എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ ദുനിയാക്കോ കേസെ പ്യാർ കരേങ്കെ, ലോകത്തെ എങ്ങനെ സ്നേഹിക്കും? അപ്പനെ വിചാറിലേക്ക് നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയിരിക്കുന്നത് അത് എഴുതുക. അപ്പോൾ സൂരജ് എങ്ങനെയാണ് സ്നേഹിക്കുക? സൂര്യൻ എന്തൊക്കെയാണ് നമുക്ക് നൽകുന്നത്? പ്രകാശ് ദേത്താ ഹെ, സൂര്യപ്രകാശം നൽകുന്നു. ഊർജ ദേത്താ ഹെ, ഊർജം നൽകുന്നു. താപ് ദേത്താ ഹെ, ചൂട് നൽകുന്നു അല്ലേ? സൂര്യൻ്റെ ചൂട് നമുക്ക് ലഭിക്കുന്നുണ്ട്. പേട് വൃക്ഷം എന്തൊക്കെയാണ് നൽകുന്നത്? ഫൂൾ ദേത്താ ഹെ, പൂക്കളെ നൽകുന്നു. ഫൽ ദേത്താ ഹെ, ഫ്രൂട്ട്സ് നൽകുന്നു. ചായ ദേത്താ ഹെ, പിന്നെ തണലും നൽകുന്നു. ചായ എന്ന് പറഞ്ഞാൽ തണൽ. ബാദൽ മേഘം. വർഷ ദേത്താ ഹെ, മഴ നൽകുന്നു അല്ലേ? മേഘം മഴ നൽകുന്നു. പാനി ദേത്താ ഹെ, ജലം നൽകുന്നു, വെള്ളം നൽകുന്നു. ശീതളത ദേത്താ ഹെ, തണുപ്പും, അന്തരീക്ഷം തണുക്കുന്നു, തണുപ്പും നൽകുന്നു. ശീതളത ദേത്താ ഹെ. അടുത്തത് താളലേക്കെ സാത്ത് കവിത ക ആലാപ് കരെ. അപ്പം നിങ്ങൾ കവിത നന്നായിട്ട് താളലയത്തോടു കൂടി അത് ചൊല്ലി നോക്കുക. കവിത ക ആശയിലേക്ക്, കവിതയുടെ ആശയം എഴുതണം. കവിത കെ ആശയക്ക് ആധാർ പർ ചിത്ര ഖീച്ചേ. അപ്പോൾ കവിതയുടെ ആശയം അനുസരിച്ച്, അതിൻ്റെ അർത്ഥം അനുസരിച്ച് ചിത്രം നിങ്ങൾ വരയ്ക്കണം, അല്ലെങ്കിൽ തയ്യാറാക്കണം. നമുക്ക് കവിതയുടെ മീനിങ് നോക്കാം. ഖുദ് സെ പ്യാർ ശോഭനാഥ് യാദവ് കി സുന്ദർ കവിത ഹെ. അപ്പോൾ ഖുദ് സെ പ്യാർ എന്നത് ഈ ശോഭനാഥ് യാദവിൻ്റെ, കവിയായ ശോഭനാഥ് യാദവിൻ്റെ മനോഹരമായ ഒരു കവിതയാണ്. ഇസ്മേ പ്യാർ കെ മഹത്വ കാ വർണ്ണൻ ഹെ. ഇതിൽ സ്നേഹത്തിൻ്റെ ഇമ്പോർട്ടൻസിനെയാണ് വർണ്ണിച്ചിരിക്കുന്നത്. സൂരജ് അപ്നി ആഗ് സെ പ്യാർ കർത്താ ഹെ. സൂര്യൻ തൻ്റെ തീയെ അല്ലെങ്കിൽ തൻ്റെ ഊർജത്തെ സ്നേഹിക്കുന്നു. ഉസി ആഗ് സെ പൂരി ദുനിയാ കോ റോഷ്നി ഓർ ഊർജ ദേത്താ ഹെ. ആ തീ കൊണ്ട് തന്നെ ലോകത്തിന് മുഴുവനും വെളിച്ചവും അതേപോലെ ഊർജവും നൽകുന്നു. വൈസേ ഹി ദരഖ്ത് അപ്നെ ഫൂലോ സെ പ്യാർ കർത്താ ഹെ. അതേപോലെ വൃക്ഷം തൻ്റെ പൂക്കളെ സ്നേഹിക്കുന്നു. ഓർ ദുനിയാ കോ ഫൂൽ ദേത്താ ഹെ. എന്നിട്ട് ലോകത്തിന് പൂക്കളെ നൽകുന്നു. ബാദൽ അപ്നെ ജൽ സെ ഇത്നാ പ്യാർ കർത്താ ഹെ. മേഘം തൻ്റെ ജലത്തെ ഇത്രയധികം സ്നേഹിക്കുന്നു. കി വഹ് സബ്കോ പാനി ദേക്കർ ജീവൻ ദാൻ കർത്താ ഹെ. എങ്ങനെയെന്നാൽ അത് എല്ലാവർക്കും ജലം നൽകിയിട്ട് ജീവൻ ദാനമായിട്ട് നൽകുന്നു. इसी प्रकार हमें भी अपने आप से इतना प्रेम करके अपनी चीज़ें दूसरों की भलाई के लिए देना है. അതേപോലെ തന്നെ നമ്മളോട് സ്വയം അത്രയധികം സ്നേഹിക്കണം. എന്നിട്ട് നമ്മുടെ സാധനങ്ങൾ മറ്റുള്ളവരുടെ നന്മയ്ക്കായിട്ട്, ദൂസറോങ്കി ഭലായി കേലിയെ, ഭലായി എന്ന് പറഞ്ഞാൽ നന്മ, മറ്റുള്ളവരുടെ നന്മയ്ക്കായിട്ട് നമ്മൾ നൽകണം.